ഹായ് ഡിയേഴ്സ്, ഈദ് മുബാറക് ടു ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുൽഫി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഞാൻ 5 മുട്ട വെച്ചിട്ടുള്ള അളവിലാണ് കാണിച്ചിട്ടുള്ളത്. 1.5 കപ്പ് മൈദയും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഒരു മുട്ട അധികത്തിലെടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള മൈദയും അധികത്തിലെടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 മുട്ട വെച്ചിട്ട് 1 kg കേക്കിനുള്ള ബേസ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ടും കുറച്ച് കേക്ക് സിക്കിളിന് വേണ്ടിയിട്ട് കൂടിയാണ് ഒരു മുട്ട അധികത്തിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 മുട്ട അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാതെയുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ടായാലും കുഴപ്പമില്ല. പഞ്ചസാര ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഓരോ എഗ് യോക്കായിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട, ഒരെണ്ണം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം അടുത്ത മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാനായിട്ട്. മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മൈദയുടെ മിക്സ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്ത് എടുക്കരുത്. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇടവിട്ട് ഇതേപോലെ കുറേശ്ശെ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ പാൽ കൂടി എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്ന പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയുടെ അളവിലുള്ള ആ ബാറ്റർ മറ്റൊരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു 12 ഇഞ്ചിൻ്റെ പാനാണ്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കനം കുറച്ചിട്ടാണ് ആ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ബാറ്റർ മതി. നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലുള്ളത് ഞാനൊരു 40 മിനിറ്റ് ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. തണുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. പരന്നിട്ടുള്ള ആ ഒരു കേക്ക് പാനിൽ ഒഴിച്ചിട്ടുള്ള ബാറ്റർ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള കുൽഫി മിക്സ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് നട്ട്സ് കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് തിക്കായി വരുമ്പോഴാണ് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ ഇട്ട് ഒന്ന് നല്ലപോലെ തിക്കാക്കി എടുക്കണം. മധുരം കുറവായതുകൊണ്ട് കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയിൽ വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഈ കേക്ക് നല്ല ഉയരത്തിലുള്ളതുകൊണ്ട് 4 പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ടുമുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കുൽഫി മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ചൂടുവെള്ളവും 2 സ്പൂണ് പഞ്ചസാരയും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് വെറ്റ് ചെയ്തിട്ടുള്ള സിറപ്പ്. കുൽഫി മിക്സ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുൽഫി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്ക് വീഴാതെ സെൻറ്ററിലായിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള കുൽഫിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പീസ് കേക്ക് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുൽഫി ചേർത്തിട്ടുള്ള ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ കുൽഫിയും ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് നനച്ച് കൊടുക്കാം. ഇനി ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 10 മിനിറ്റ് തണുപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പാച്ചുലയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. സൈഡിലെല്ലായിടത്തും നന്നായിട്ടൊന്ന് ക്രീം കൊടുത്തിട്ട് മുകളിലായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ഒരുപാട് നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സ്പാച്ചുല ഡിസൈനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ക്രീം സ്പ്രെഡ് ചെയ്ത ഉടനെ തന്നെ ആ ഒരു സ്പാച്ചുല ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ പിന്നീട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വരില്ല. അപ്പോൾ കുറച്ച് യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ പുറമെ സ്പാച്ചുലയിൽ കുറച്ച് ഒരു ഡ്രോപ്പിലും കുറവായിട്ട് യെല്ലോ കളർ എടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം യെല്ലോ കളർ അങ്ങിങ്ങായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മൊത്തത്തിൽ കൊടുത്തിട്ടില്ല. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് എന്നിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു കനം കുറഞ്ഞിട്ടുള്ള കേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ. നമ്മൾ മാക്കറോൺസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ പുറമെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുകൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കവർ ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വിപ്പിംഗ് ക്രീമാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് 2 എണ്ണം ഒന്നിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഒരു സ്റ്റാറും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ സ്റ്റാർ കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റോസറ്റ ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മാക്രോണിൻ്റെ ഷേപ്പിലുള്ളത് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുൽഫി കേക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്